എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവിടെ സി പി എമ്മിനെ ഞാൻ ഈ ചർച്ചയിൽ സി പി എമ്മിനെതിരായിട്ടല്ലല്ലോ ഈ പദയാത്രയുമായിട്ട് കടന്നു പോകുന്നത്. കേരളത്തിലെ സി പി എംകാർക്ക് മാത്രമാണ് ഇതിനകത്ത് അസ്വസ്ഥത. എങ്കിൽ പോലും ശ്രീ അനിൽകുമാറിനോട് ഞാൻ കൃത്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ. രാജസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന അമരം, അദ്ദേഹം അവിടുത്തെ രാജസ്ഥാനിലെ MLA ആയിരുന്ന ബൽവാൻ പൂനിയെ അദ്ദേഹത്തെ 1 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. താങ്കൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. താങ്കളുടെ പാർട്ടിയല്ലേ, ഒരുപാട് MLA മാരൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, ഒന്ന് അന്വേഷിച്ചാൽ മതി. ഇനിയും BJP പറയുന്ന ആരോപണങ്ങൾ. ഒന്ന്, ശ്രീ നാരായണ നമ്പൂതിരി അദ്ദേഹം പറയുകയാണ്, രാഹുൽ ഗാന്ധി RSSകാരല്ല ഗാന്ധിയെ കൊന്നത്, ആ വിഷയത്തിനകത്ത് മാപ്പ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, തിരുത്തി പറഞ്ഞു. RSS കിൽഡ് ഗാന്ധി എന്നുള്ള വിഷയത്തിൽ മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രചരണം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം നടന്ന സമ്മേളനത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് RSS ഹാൻഡിലുകൾ നടത്തുന്ന വ്യാജ പ്രചരണമാണ്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഞാൻ പറഞ്ഞതിനകത്ത് ഓർക്കുന്നു. ഇനി അങ്ങനെ ഇതല്ല എന്ന് പറയാൻ, മാപ്പ് പറയാൻ എന്റെ പേരിന്റെ ഇനിഷ്യൽ രാഹുൽ സവർക്കർ എന്നല്ല, രാഹുൽ ഗാന്ധി എന്നാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? അപ്പൊ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങി ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മാറ്റി പറഞ്ഞാൽ കോടതി ലക്ഷ്യം അടക്കമുള്ള കേസുകൾ ഉണ്ടാവില്ലേ? അപ്പൊ ഉണ്ടാകാത്തത് എന്താ? രാഹുൽ ഗാന്ധി അവിടെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായ കാരണം. ഇനി ശ്രീ രാഹുൽ ഗാന്ധി അവിടെ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണ് കേസ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞതാണ് എങ്കിൽ പിന്നെന്തിനാണ് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? പെടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പറയാതിരിക്കുവാൻ താങ്കൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞു 2014 ഇപ്പൊ CPM-ന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്താ? അതായത് പ്രത്യയശാസ്ത്രപരമായി സംഘപരിവാറും കോൺഗ്രസും തമ്മിൽ വളരെ സാമ്യമാണ്. ഏത് വിഷയത്തിൽ സാമ്യമുണ്ടെന്നാ പറയുന്നത്? ഒരു കയ്യബദ്ധം, ഓരോ വിഷയം എടുത്തു. നിങ്ങൾ ഈ അനിൽകുമാറിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ സഹപ്രവർത്തകർ ഇവർ മൈക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്, അതായത് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, നവലിബറൽ വാദം. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഞാൻ ചോദിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങളല്ല കോൺഗ്രസിന്റെ ഒന്നാമത്തെ കാര്യം. ഇനി 2, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സാമ്പത്തിക നയങ്ങളിൽ എന്തോരം മാറിയിരിക്കുന്നു. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ലോക ബാങ്കുകളുടെയും വിദേശ ബാങ്കുകൾ പോട്ടെ, ഈ പിന്നെ നമ്മള് ജൈക്കയിൽ നിന്ന് കേരളയിലിന് വേണ്ടി കടം വാങ്ങാനായിട്ട് നിൽക്കുമ്പോ ഇനിയും നിങ്ങൾ ആഗോളവൽക്കരണത്തിനെതിരാണ്, ഉദാരവൽക്കരണത്തിന് എതിരാണ് എന്ന് പറയുന്നതിനകത്ത് വളരെ വല്ല കാര്യമുണ്ടോ? ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മച്ചി. KSRTC പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനത്ത് K-Swift സമ്പ്രദായം കൊണ്ടുവന്ന് സ്വകാര്യവൽക്കരിക്കാനായിട്ട് പോകുന്ന നിങ്ങൾ എന്നെ സംശയിക്കരുത്. ഇതിനകത്ത് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും എതിരാണ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? KSEB പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ ഈ അടുത്തിടയ്ക്ക് 1600 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അത് സ്വകാര്യവൽക്കരണമല്ലേ? അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക നയത്തിനകത്ത് എവിടെയാണ് നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനകത്തുള്ള അന്തരം, എവിടെയാണ് സാമ്യമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്? അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായി എന്റെ സ്റ്റേറ്റ്. കോൺഗ്രസും സംഘപരിവാറും ഈ രാജ്യത്ത് രണ്ടാണെന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. കേരളത്തിലെ CPM-ഉം സംഘപരിവാറും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ടാണല്ലോ ശ്രീ അമിത്ഷായെ പോലുള്ള ആളുകളെ നിങ്ങൾക്ക്, മറ്റാരുമല്ല അമിത്ഷായാണെന്ന് ആലോചിക്കണം, അമിത്ഷായെ പോലുള്ള ആളുകളെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാനും ഇപ്പോഴേ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. വള്ളംകളി നടത്തി പോകൂ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നിങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അവിടെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. പിന്നെ നാരായണ നമ്പൂതിരി പറഞ്ഞ വിഷയം 2014 മുൻപുള്ള ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ? അതെ, 2014 മുമ്പുള്ള ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പദയാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. അതിനു മുൻപ് ഈ രാജ്യത്ത് ഒരൊറ്റ ദളിതൻ പോലും അവൻ ദളിതനായി പിറന്നതിന്റെ പേരിൽ, അവന്റെ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നതിന്റെ പേരിൽ, പ്രത്യേകിച്ച് ചത്ത പശുവിന്റെ മാംസം എടുത്തതിന്റെ പേരിൽ ലോകത്തെവിടെയെങ്കിലും കേട്ടോണ്ട് ഒരു ദളിതന്റെയും പുറന്തള്ളി പൊളിച്ചിരുന്നില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അഖിലാഖിനെ പോലെയുള്ള ഏതെങ്കിലും ഈ രാജ്യത്തെ ഒരു മൈനോറിറ്റിയിൽപ്പെട്ട ആള് മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഈ രാജ്യത്ത്
ഉനാവിലും കത്വയിലും അടക്കം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം 2014 മുമ്പുള്ള ഇന്ത്യയിലില്ല. അതുകൊണ്ടൊക്കെ 2014 മുമ്പുള്ള ഇന്ത്യയിലേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു UPA സർക്കാരിന്റെ കാലത്ത് വലിയ അഴിമതികളായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ശ്രീ അഭിലാഷ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ആ കേസുകൾ തന്നെ കോടതിയിലേക്ക് വരുമ്പോ ഇവിടെ പർവ്വതീകരിക്കപ്പെട്ടിരുന്ന റായിയെ പോലെയുള്ള സംഘപരിവാർ ഏജന്റുമാർ പർവ്വതീകരിച്ചിരുന്ന എമൗണ്ടുകളൊന്നും നിങ്ങൾക്ക് തെളിയിക്കുവാൻ കഴിയുന്നില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നിട്ട് ആ കേസിനകത്ത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് അഴിമതി നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നടപടി എന്താണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ആരെയാണ് അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിച്ചിട്ടുള്ളത്? കോൾ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗിനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട വാദം. മൻമോഹൻ സിംഗിനെതിരായിട്ട് എന്തെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു കേസ് തെളിയിക്കാനായിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല UPA സർക്കാരിന്റെ കാലത്ത് ശിക്ഷിക്കപ്പെട്ടിരുന്ന UPAയുടെ മന്ത്രിമാർ, ആ മന്ത്രിമാർക്കെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിച്ചിട്ടുണ്ടോ? പിന്നെ അഴിമതിയെ പറ്റി പറയുമ്പോൾ നോട്ട് നിരോധനം പോലെ ഒരു വലിയ അഴിമതി ഈ രാജ്യത്ത് നടന്നിരിക്കുകയാണ്. റഫേല് പോലൊരു വലിയ അഴിമതി നിങ്ങളുടെ കാലത്ത് നടന്നിരിക്കുകയാണ്. നിങ്ങളുടെ കാലത്ത് ഇന്ത്യ ആഗോള പട്ടിണി സൂചികയിൽ താഴേക്ക് പോകുമ്പോഴും അമിത്ഷായുടെ മകൻ ജയ്ഷായെ പോലുള്ള ആളുകൾ അതിസമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ വികാസം നേടുന്നത് മൊത്തം നിങ്ങളാണ്. അതായത് ഇവിടെ ജയ്ക്ക് അദ്ദേഹത്തിന്റെ വളരെ വിശദമായ മറുപടി പ്രഭാഷണത്തിൽ നമ്മൾ ചോദിച്ച ഏതെങ്കിലും വിഷയത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരം. ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം. അദ്ദേഹം ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ പറഞ്ഞു, ഒളിവിൽ പോയതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏത് അന്വേഷണവും നേരിടും, ഒളിവിലൊന്നും പോകില്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മന്ത്രി ഒളിവിൽ പോയില്ലെങ്കിലും ഫയലുകളെല്ലാം ഒളിവിൽ തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം എങ്ങും എത്താത്തതിന്റെ കാരണം ആരോഗ്യവകുപ്പ് മന്ത്രാലയം സഹകരിക്കുന്നില്ല. ഫയലുകൾ ചോദിക്കുമ്പോൾ ഫയലുകളൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഇനിയും സഖാവ് പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ഫയലുകളെല്ലാം ആത്മഹത്യ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫയലുകൾ മിസ്സിംഗ് ആണ്. മറ്റു മന്ത്രി ഇനി മിസ്സിംഗ് ആകുമല്ലോ, നമുക്ക് വഴിയെ നോക്കാം. പിന്നെ ഇവിടെ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, സാൻഫാർമ എന്ന് പറയുന്ന കമ്പനി. അതിന്റെ ഖ്യാതികളെ പറ്റി അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം റെഫർ ചെയ്യുന്നത് RSS ഇത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ചോദ്യം, പൊളിറ്റിക്കലായ ചോദ്യം അബ്ജോദിന് ചോദിക്കുവാൻ കഴിയില്ല. RSS നല്ലതാണ് എന്ന് പറയുന്നതാണോ നിങ്ങളുടെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാൻഡേറ്റ് എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് എന്തായിരിക്കും മറുപടി എന്ന് എനിക്കറിയില്ല. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ സാൻഫാർമ എന്ന് പറയുന്ന കമ്പനി ഇന്നത്തെ ദിവസം ഇപ്പോ ഈ ജയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഈ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ നോക്കുകയായിരുന്നു. വെബ്സൈറ്റിൽ കിടപ്പുണ്ട് കമ്പനിയുടെ പേര് സാൻഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന്റെ എല്ലാ വരുമാനവും മറ്റു കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ ആ കമ്പനിയുടെ സ്റ്റാറ്റസ് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. എന്താണ് കമ്പനിയുടെ സ്റ്റാറ്റസ് എന്ന് ചോദിക്കുമ്പോൾ ആ കമ്പനി സ്ട്രൈക്ക് ഓഫ് ആണ്. ഇവിടെ ജയ്ക്ക് പറഞ്ഞ ഈ അസാധാരണമായ കാലഘട്ടത്തിൽ കേരളത്തെ ഇങ്ങനെ പിടിച്ചുയർത്തി നിർത്തിയിരുന്ന ലോകോത്തര കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്ന് തൊട്ടാ 2014 ആണ്ട് തൊട്ട്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. അതായത് ഈ കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ മന്ത്രാലയത്തിന് അവസാനമായി ബാലൻസ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് 2014 ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. അതിനുശേഷം സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ പറ്റിയിട്ടാണ്, ആ കമ്പനിക്ക് 2020 ആണ്ടിൽ ഒരു ഓർഡർ കൊടുത്തതിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.